ഒരു ദിവസം ഒരു യുവാവായ വിദ്യാർത്ഥി ക്ലാസ്സിലിരിക്കാൻ ഇഷ്ടമില്ല, ക്ലാസ്സിൽ നിന്നിറങ്ങി പുറത്തിരിക്കുമ്പം അവനൊരു യുവാവാണല്ലോ, അപ്പോൾ അവനൊരു മീശയും താടിയൊക്കെ വെച്ചിരിക്കാമെന്ന് വെച്ചിട്ട് ഒരു മീശ മേടിച്ച് കടയിൽ നിന്ന് മേടിച്ച് മീശ ഒട്ടിച്ച് തെരുവിലിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് മീശ പറഞ്ഞു പോയി. ഇത് അതിൽ നടന്ന യാത്രക്കാർ കണ്ടു. അപ്പോൾ അവർക്ക് മനസ്സിലായത് എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ, അവനൊരു കള്ളനാണല്ലോ. പോലീസ് വന്നു, ഇവനെ പിടിച്ചു. അങ്ങനെ അന്ന് പോലീസ് പിടിച്ച ആ യുവാവ് അന്വേഷണത്തിൻ്റെ വഴിയിലായിരുന്നു. അവനൊരു വിശുദ്ധനായി തീർന്നു. അതാണ് വിശുദ്ധ ചാൾസ് ഡി ഫൊക്കോൾട്ട്. ഈ വിശുദ്ധൻ്റെ ജീവിതത്തിലേക്ക്, അത്ഭുതകരമായ ജീവിതത്തിലേക്ക്, തീക്ഷ്ണമായ ജീവിതത്തിലേക്ക് നമുക്കിപ്പോൾ കടന്നു ചെല്ലാം. 1858 ഫ്രാൻസിൽ സ്ട്രാസ്ബുർഗ് എന്ന സ്ഥലത്താണ് ചാൾസ് ഡി ഫൊക്കോൾട്ട് ജനിക്കുന്നത്. സെപ്റ്റംബർ 15 വ്യാകുല മാതാവിൻ്റെ തിരുനാൾ ദിവസമാണ് ആ വിശുദ്ധൻ ജനിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും മാതാവിൻ്റെ ഒരു സംരക്ഷണം ജീവിതത്തിൻ്റെ ഉടനീളം ഉണ്ട്, അറിയാതെ തന്നെ. ചാൾസിൻ്റെ അപ്പൻ എഡ്വേർഡ് ഡി ഫൊക്കോൾട്ട്, അമ്മ എലിസബത്ത്. നല്ലൊരു കുടുംബം. ഈ കുഞ്ഞിനെ ഭക്തിയിലും സ്നേഹത്തിലുമൊക്കെ മാതാപിതാക്കൾ വളർത്തി. പക്ഷേ ദൈവഹിതമെന്നോ ദൈവപരിപാലനയെന്നോ ദൈവത്തിൻ്റെ അത്ഭുതമായ വഴികളെന്നോ പറയട്ടെ, ഈ കുഞ്ഞിന് 6 വയസ്സുള്ളപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അമ്മ മൂന്നാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുമ്പോൾ ഡെലിവറി ക്ലേശങ്ങളാൽ പെട്ടെന്ന് മരിക്കുകയാണ്. അപ്പോൾ 6 വയസ്സുണ്ട് ചാൾസിന്. താഴെ ഒരു കുഞ്ഞി പെങ്ങളുണ്ട്, മരിയ, അവൾക്ക് 3 വയസ്സ്. അപ്പോഴാണ് ഈ വിഷമകരമായ ഘട്ടമുണ്ടാകുന്നത്. അമ്മ പെട്ടെന്ന് മരിക്കുന്നു. ഏതാനും മാസങ്ങൾക്ക് ശേഷം പെട്ടെന്ന് അപ്പനും മരിക്കുകയാണ്. 6ഉം 3ഉം വയസ്സുള്ള 2 മക്കളെ വിട്ട് മാതാപിതാക്കൾ പോയപ്പോൾ ഈ കുട്ടികളുടെ ഗ്രാൻഡ് പാരൻസാണ് ഇവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. അവന് തിരിച്ചറിവായപ്പോൾ ആദ്യ കുർബാന സ്വീകരണമൊക്കെ കഴിഞ്ഞു. പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ അവൻ്റെ ജീവിതത്തിലൊരു ശൂന്യത അനുഭവപ്പെടുകയാണ്. പാരൻസ് ഇല്ലാത്തത് കൊണ്ടോ സാഹചര്യങ്ങൾ കൊണ്ടോ. ചാൾസിൻ്റെ പ്രത്യേകത, ചാൾസിന് നല്ല കഴിവുകളുണ്ട്. എഴുതാനുള്ള കഴിവുണ്ട്, വായിക്കാനുള്ള കഴിവുണ്ട്, നല്ല ബുദ്ധിശാലിയാണ്. അപ്പോൾ എന്തും അന്വേഷിക്കും. ഇവരുടെ മാതാപിതാക്കളും ഗ്രാൻഡ് പാരൻസും ഒക്കെ അങ്ങനെ തന്നെയാണ്, എഴുത്തുകാരൊക്കെ ആയിരുന്നു, കണ്ടുപിടുത്തങ്ങളൊക്കെ ചെയ്തിട്ടുള്ളവരാണ്. ആ വഴിയെ ബുദ്ധിശാലിയായ ചാൾസും ഇങ്ങനെ മനസ്സിലൊരു അന്വേഷണം, പിന്നെ ഒരു അർത്ഥവും സന്തോഷവും കിട്ടുന്നുമില്ല. സ്കൂളിലൊക്കെ പഠിക്കുന്നുമുണ്ട്, എന്നാലും ഇടയിൽ കൂടെ ലൈബ്രറിയിലൊക്കെ പോയിട്ട് ഇഷ്ടംപോലെ ബുക്സ് വായിക്കും. എന്തൊക്കെയാണോ കയ്യിൽ കിട്ടുന്നത് അതെല്ലാം വായിക്കും. ഇനി എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ എവിടെന്നെങ്കിലൊക്കെ പേര് കിട്ടി അതന്വേഷിച്ച് വരുത്തി എല്ലാം വായിക്കും. അങ്ങനെ കുറേ നിരീശ്വര പുസ്തകങ്ങളും ആ ഇടയ്ക്ക് വായിച്ചു. അപ്പോൾ ആൾക്ക് മനസ്സിലായി, ദൈവം എന്ന് പറഞ്ഞൊരു കാര്യമില്ല. ഉള്ളിലിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നുണ്ടോ, ദൈവം ഉണ്ടോയെന്നുള്ളതിനൊന്നും തെളിവുകളില്ല, പിന്നെ ഞാനങ്ങനെ വിശ്വസിക്കും, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കണ്ട. അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ദൈവമുണ്ട് എന്നെങ്ങനെ അറിയും? എനിക്കൊരു തെളിവുകളുമില്ല, ഞാനതുകൊണ്ട് വിശ്വസിക്കുന്നുമില്ല. അസ്വസ്ഥതയുള്ള മനസ്സോടുകൂടെ തന്നെ മുന്നോട്ട് പോകുന്നു. നല്ല സ്കൂളിലൊക്കെ പഠിക്കാൻ ഏർപ്പെടുത്തി. പക്ഷെ ക്ലാസ്സിൽ പോയാലും പല ദിവസം ക്ലാസ്സിൽ കയറില്ല, ചില സമയങ്ങളിൽ കയറില്ല, പല ദിവസങ്ങളിൽ കയറില്ല, ക്ലാസ് കട്ട് ചെയ്യും. അങ്ങനെ വന്നപ്പോൾ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് അവരെ പുറത്താക്കി. നല്ല സ്കൂളാണ്, പക്ഷേ അറ്റൻഡൻസ് ഇല്ല, പുറത്ത് പോകണം, ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞ് സ്കൂളുകളിൽ നിന്ന് പുറത്താക്കി. അതിനുശേഷം പിന്നെ സൈനിക സ്കൂളിൽ അഡ്മിഷൻ കിട്ടി, സൈനിക സ്കൂളിൽ ചേർന്നു. അവിടെയും ഇതുപോലെ തന്നെ പഠിക്കും, കുറച്ചൊക്കെ ഇരിക്കും. അപ്പോൾ കൂട്ടുകൂടുന്നതിലാണ് താല്പര്യം. കൂട്ടുകൂടി സെറ്റ് കൂടി അങ്ങനെ മേളിച്ച് അങ്ങനെ സന്തോഷിച്ച് പോവുകയാണ്. അതിൻ്റെ ഇടയിലും ക്ലാസ് കട്ട് ചെയ്യും. ഒരു ദിവസം ക്ലാസ് കട്ട് ചെയ്തിട്ട് പുറത്ത് വന്നിരുന്ന് ഭയങ്കര ഏകാന്തത. അപ്പോൾ വിചാരിച്ചെന്നോ അഭിനയിച്ചിരിക്കാം, ഇത്ര നാളും ഇങ്ങനെ സന്തോഷം തേടി അലഞ്ഞിട്ടും എനിക്കൊരു സന്തോഷം കിട്ടിയില്ലല്ലോ, എന്നാൽ ഇനി എനിക്കൊരു ഇല്ലായ്മയുടെ ഒരു വേഷം അഭിനയിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു യാചകൻ്റെ വേഷത്തിൽ വലിയൊരാളുടെ പോലെ മീശയും താടിയൊക്കെ ഇങ്ങനെ വെച്ചിട്ട്
അതിൻ്റെ നഗരത്തിൽ പോയി ഇരിക്കുകയാണ്. അപ്പോൾ വായനാശീലവും ഒരു അറിവിൻ്റെ ശീലമൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാ മേഖലകളും അന്വേഷിക്കാനുള്ള ഒരു അന്വേഷണ ത്വര ജന്മന ചാൾസിൻ്റെ മനസ്സിലുണ്ട്. സന്തോഷം തേടിയിട്ട് പറയുകയാണ്. സന്തോഷവും ഈ ബുക്കിൽ കൊടുത്തിരിക്കുന്ന പോയിന്റ് വെച്ചിട്ടുള്ള തത്വശാസ്ത്രങ്ങളൊക്കെ തേടിയിട്ടും എന്നിലൊരു സന്തോഷവും ആത്മസംതൃപ്തിയും ഇല്ല. അതുകൊണ്ടെന്നാൽ ഈ വഴി ഒന്ന് തേടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ തരത്തിലുള്ള ഒരു അഭിനയം എടുത്തത്. ഒന്നും ഇല്ലാത്തവനെ പോലെ അവിടെ ഇരിക്കാമെന്ന് വെച്ചിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒട്ടിച്ചു വെച്ച മീശ പെട്ടെന്ന് പറഞ്ഞു പോയി. അപ്പോഴാണ് അതിലെ പോയ യാത്രക്കാർ കാണുന്നത്, ഇത് ശരിക്കല്ലല്ലോ, ഇതൊരു അഭിനയിക്കുന്നതാണല്ലോ. പെട്ടെന്ന് പോലീസിനെ വിളിച്ചു. കള്ളനാണെന്ന് തെറ്റിദ്ധരിച്ച് ഇവനെ പിടിച്ചു, ഇവനെ മർദ്ദിച്ചു, അവനെ വിട്ടയച്ചു. ഇങ്ങനെ ഒത്തിരിയേറെ സംഭവങ്ങൾ ജീവിതത്തിൽ ആ പഠന കാലഘട്ടത്തിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്നാലും പഠിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോയി. സൈനിക പഠനം, ആ സ്കൂളിൽ പഠനം പൂർത്തിയാക്കി. പിന്നെ പട്ടാളക്കാരനായിട്ടാണ് അപ്പോയിൻമെൻറ്റ് ലഭിക്കുന്നത്. ആഫ്രിക്കയിലെ അൾജീരിയ പ്രദേശങ്ങളിലേക്ക് പട്ടാള സേവനത്തിനായിട്ട് ഇവനെ അയക്കുകയാണ്. ആ കാലഘട്ടത്തിൽ ഇവനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായി, പേര് മിമി. അപ്പോൾ മിമിയോട് പറഞ്ഞു, മിമി ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്, അപ്പം നീയും വരണം എന്ന് പറഞ്ഞു. ഇത് പക്ഷേ ഓഫീസർമാർ അറിഞ്ഞില്ല, മേലധികാരികൾ അറിഞ്ഞില്ല. മേലധികാരികൾ ഇവളെ കൊണ്ട് പോകുന്ന ഇവന് ഈ തയ്യാറെടുപ്പ് ഇങ്ങനെ നടത്തുന്നുണ്ടെന്ന് മേലധികാരികൾ അറിഞ്ഞപ്പോൾ പറഞ്ഞു, ഇത് പറ്റില്ല, പട്ടാളത്തിൽ ഇത് പറ്റില്ല, കൂടെ ആർക്കും അവിടെ ഇങ്ങനെ ഗേൾ ഫ്രണ്ട്സിനൊന്നും അവിടെ താമസിക്കാനായിട്ട് പറ്റില്ല, നോ എന്ന് പറഞ്ഞു. അപ്പോൾ ചാൾസ് പറഞ്ഞു, എന്നാൽ പിന്നെ ഞാനും അങ്ങോട്ട് പോകുന്നില്ല, എനിക്കവിടെ വേണ്ട, അവിടുത്തെ ജോലി വേണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പം ജോലിക്ക് പോയില്ല. മിമിയുടെ കൂടെ നിന്നുമില്ല. അവർ രണ്ട് വഴിക്ക് പോയി. അപ്പം ഇനി എന്ത് ചെയ്യണം ചാൾസ് വിചാരിച്ചു, എന്നാൽ മൊറോക്കോയിലേക്ക് പോകാം. മൊറോക്കോയിലേക്ക് ചെന്നു. ആ പ്രദേശത്ത് കുറച്ച് പഠനം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചാൾസിലൊരു പഠന ഗവേഷണ ഒരു ചാതുരി കിടപ്പുണ്ട്, ഒരു തീക്ഷ്ണത, അന്വേഷിക്കാനുള്ള ഒരു തൃഷ്ണ കിടപ്പുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, 3000 കിലോമീറ്ററൊക്കെ ഈ നാട് നീളെ ഇങ്ങനെ നടന്നിട്ട് അവിടുത്തെ ഭൂമിശാസ്ത്രപരമായിട്ടും മറ്റു തരത്തിലുള്ള ആ സ്ഥലത്തിൻ്റെ എല്ലാം പ്രത്യേകതകൾ, പാരമ്പര്യങ്ങളെല്ലാം പഠിച്ചു. എന്നിട്ടെല്ലാം നോട്ട് എഴുതി വലിയ ഗ്രന്ഥങ്ങളാക്കി, പ്രബന്ധങ്ങളാക്കി. അങ്ങനെ വലിയ പ്രബന്ധങ്ങൾ, പ്രോജക്റ്റുകൾ അവതരിപ്പിച്ചു. ഇത് പ്രസൻറ്റ് ചെയ്തു. ഗവൺമെൻറ് അദ്ദേഹത്തെ ആദരിച്ചു. ഫ്രഞ്ച് ജിയോളജിക്കൽ സംഘടന വലിയ പാരിതോഷികങ്ങൾ നൽകി ഈ പ്രോജക്റ്റിനെ പ്രോത്സാഹിപ്പിച്ചു, അംഗീകരിച്ചു, സ്വർണ്ണ മെഡലുകൾ നൽകി. അപ്പം അതുകൊണ്ട് ഇപ്പോഴും മൊറോക്കോ പ്രദേശത്തിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഗവേഷകനായിട്ടാണ് അറിയപ്പെടുന്നത് ചാൾസ്. അങ്ങനെ കണ്ടുപിടുത്തങ്ങൾ നൽകിയതിന് ശേഷം പിന്നീട് മുന്നോട്ട് പോവുകയാണ്. വീണ്ടും ഒരു ഗേൾ ഫ്രണ്ടിനെ കൂടി, മരിയ എന്നാണ് പേര്. അവളൊരു വിശ്വാസമുള്ളൊരു പെണ്ണാണ്, അതിനെ പരിചയപ്പെട്ടു. എന്നാലും അത് മുന്നോട്ട് പോയില്ല. എന്തൊക്കെ കണ്ടുപിടിച്ചാലും എന്തൊക്കെ നേടിയാലും ഇതല്ലല്ലോ ജീവിതം എന്നൊരു തോന്നൽ വരികയാണ്. എനിക്കിനിയും കണ്ടുപിടിക്കണമല്ലോ, യാഥാർത്ഥ്യം അറിയണമല്ലോ. അങ്ങനെ അന്വേഷിച്ച് പാരീസിലേക്ക് സെൻറ്റ് അഗസ്റ്റിൻ്റെ ദേവാലയത്തിലേക്ക് പോയി അവിടെ ഇരുന്നു പ്രാർത്ഥിച്ചു. എന്നിട്ടിങ്ങനെ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി, അമ്മ കൊടുത്തിട്ടുണ്ടല്ലോ ഒരു അടിസ്ഥാന വിശ്വാസം. മാത്രമല്ല മറ്റൊന്നിലും സന്തോഷമില്ലെന്ന് കണ്ടപ്പം ഇവിടെയാണ് സന്തോഷമെങ്കിൽ, ദൈവമേ നീ എന്തിനാണ് എൻ്റെ ആത്മാവിനെ സൃഷ്ടിച്ചത്? നിന്നിലാണ് സന്തോഷമെങ്കിൽ, നീയാണ് ദൈവമെങ്കിൽ എനിക്കത് വെളിപ്പെടുത്തി തരണമേ എന്ന് സെൻറ്റ് അഗസ്റ്റിൻ്റെ മനോഭാവത്തോടു കൂടെ തന്നെ അവിടെ ഇരുന്ന് ആ മധ്യസ്ഥം വഹിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടുത്തെ അച്ഛനെ പരിചയപ്പെട്ടു. അച്ഛനോട് തൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അച്ഛനുമായുള്ള സംഭാഷണത്തിൽ നിന്നും അവിടെയുള്ള പ്രസംഗങ്ങൾ കേട്ടും തന്നിലൊരു പരിവർത്തനം വന്നു. ഇതുവരെ തനിക്കുണ്ടായതെല്ലാം അവിടെ കുമ്പസാരിച്ചു, വീണ്ടും കുർബാന സ്വീകരിച്ചു. അങ്ങനെ ടോട്ടലി ഒരു പരിവർത്തനം വരികയാണ്. എങ്കിലും അന്വേഷണം തുടരുകയാണ്. ഇനി ഞാൻ എന്ത് ചെയ്യണം? വീണ്ടും പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ ഞാൻ എന്താ ചെയ്യേണ്ടത്? തുടർന്നൊരു 3 വർഷത്തോളം ഏകാന്തമായിട്ട് അവിടെ സ്ഥലങ്ങൾ കണ്ടെത്തിയിരുന്നു, പ്രാർത്ഥിച്ചു. അതിനിടയിൽ വിശുദ്ധ സ്ഥലങ്ങൾ സന്ദർശിച്ചു. നമുക്കറിയാവുന്നതുപോലെയുള്ള ബത്ലഹേം, നസ്രത്ത്, അവിടെയുള്ള സ്ഥലങ്ങളെല്ലാം ഈശോയുടെ വിശുദ്ധ സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ച് അവിടുന്ന് ഒരു അഭിഷേകം സ്വീകരിച്ചു. 32-ാം വയസ്സിൽ ട്രാപ്പിസ്റ്റ് സന്യാസികളെ പരിചയപ്പെട്ടു.
ഒരു തിരുഹൃദയത്തിൻ്റെ രൂപം ഒക്കെ ഡ്രസ്സിൽ ആലേഖനം ചെയ്ത് ഈശോയോടുള്ള സ്നേഹത്താൽ ജ്വലിക്കുന്ന ട്രാപ്പിസ്റ്റ് സന്യാസികൾ അവരുമായിട്ടുള്ള പരിചയത്തിൽ നിന്ന് അവരുടെ സഭയിലേക്ക് അംഗത്വം സ്വീകരിക്കുകയാണ്. ട്രാപ്പിസ്റ്റ് സന്യാസിയായി അവരുടെ ഭവനത്തിൽ ഏകാന്തമായിട്ട് സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിച്ചു. ഇദ്ദേഹം പള്ളിയിൽ ദിവ്യകാരുണ്യത്തെ നോക്കി ഇങ്ങനെ ഒറ്റ ഇരിപ്പ, എത്ര നേരം വേണമെങ്കിലും ദിവ്യകാരുണ്യത്തെ നോക്കിയിരിക്കും. എല്ലാ രംഗത്തും അത് കാണാം. അതുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ഒരു വലിയ സ്നേഹിതനാണ് ചാൾസ് ഡി ഫൊക്കൽഡ്. സമയം പോകുന്നത് അറിയില്ല, ഭക്ഷണം പോലും കഴിക്കില്ല. ഭക്ഷണം കഴിക്കണത് പറയണത് എന്തെങ്കിലും കുറച്ച് സൂപ്പ് തന്നെ കഴിച്ചാൽ സൂപ്പിൽ ഇട്ടിരിക്കുന്ന പച്ചക്കറിയുടെ പീസ് മാത്രം എടുത്ത് കഴിക്കും. സൂപ്പിൻ്റെ ആ രുചി പോലും വേണ്ട എന്ന് വെച്ചിട്ട്. രാത്രിയൊക്കെ ഒത്തിരി നേരം ഇരുന്ന് പ്രാർത്ഥിക്കും. ചിലപ്പോൾ ഒരു 12 മണിയൊക്കെ ആയിട്ട് കിടക്കുക. എന്നാലും 2 മണിയാകുമ്പോൾ വീണ്ടും എഴുന്നേക്കും. ചിലപ്പോൾ പള്ളിയുടെ താക്കോല് ആളുടെ കയ്യിലായിരിക്കും കൊടുക്കുക. മറ്റുള്ളവർ തുറക്കാൻ വരുമ്പോഴേക്കും പള്ളിയിൽ ചാൾസ് ഉണ്ടായിരിക്കും. അങ്ങനെ ഈശോയായിട്ടുള്ള സ്നേഹത്തിൽ വളർന്നു വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഉള്ളിലൊരു ദാഹം, ഈശോയെ ഞാൻ എന്താ ചെയ്യണ്ടേ? നിൻ്റെ പോലെ എനിക്ക് സിമ്പിളായിട്ട് ജീവിക്കണം, നിൻ്റെ പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിക്കണം, നീ എനിക്ക് വഴി കാണിച്ചു തരണം. ഇത് ജനറലിനോട് പറഞ്ഞു. ഒരു ലളിത ജീവിതത്തിന് വേണ്ടി നസ്രത്തിലേക്ക് ഏതാനും കാലത്തേക്ക് ജനറൽ ഫാദർ അയച്ചു. നസ്രത്തിൽ പോയി ഒരു ചെറിയ കുടിൽ കെട്ടി താമസിച്ചു. ചുറ്റിലുള്ള ജനങ്ങളെയെല്ലാം അവിടെ വിളിച്ചു പ്രാർത്ഥിപ്പിച്ചു. അവിടെയും പാവങ്ങൾക്ക് എന്തെങ്കിലും സേവനം വേണമെങ്കിൽ ചെയ്തു കൊടുക്കും. കൂടുതൽ സമയം ദിവ്യകാരുണ്യ സന്നിധിയിൽ ആയിരിക്കും മിക്കപ്പോഴും. തുടർന്ന് ഫ്രാൻസിലേക്ക് വിശുദ്ധരുടെ സ്ഥലങ്ങളിലേക്ക് തീർത്ഥയാത്ര നടത്താനായിട്ട് പ്ലാൻ ചെയ്തു. വിശുദ്ധ പത്രോസ്, പൗലോസ് ലീഹന്മാരുടെ, അപ്പസ്തോലന്മാരുടെയൊക്കെ തീക്ഷ്ണത ലഭിക്കാൻ വേണ്ടി അവരുടെ എല്ലാം കബറിടങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിൽ കൂടെ തീർത്ഥയാത്ര ചെയ്തു. തുടർന്ന് റോമിലെത്തിയിട്ട് ഒരു ആശ്രമത്തോട് ചേർന്ന് അവരോട് പറഞ്ഞു, അവരെ ഏത് തരത്തിലാണ് വരുന്നതെന്ന് അങ്ങനെ പറഞ്ഞില്ല, ഞാനൊരു സന്യാസിയാണെന്നും അങ്ങനെ ഒന്നും വെളിപ്പെടുത്തിയില്ല. ഒരു സിമ്പിൾ ജീവിതം നയിക്കാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു ആശ്രമത്തിൽ വന്ന് പറഞ്ഞു, ഇവിടെ എന്തെങ്കിലും ജോലിയുണ്ടോ? ഞാൻ ജോലി ചെയ്യാം. തോട്ടത്തിൽ പണി ചെയ്യണോ? ഞാൻ തോട്ടത്തിൽ പണി ചെയ്യാം. കപ്പ്യാരിൻ്റെ ജോലി ചെയ്യണോ? ഞാൻ കപ്പ്യാരിൻ്റെ പണി ചെയ്യാം. ഞാൻ ശിപായിയുടെ ജോലി ചെയ്യണോ? ശിപായിയുടെ ജോലി ചെയ്യണോ? എന്തും ചെയ്യാം. എനിക്ക് അല്പം ഭക്ഷണവും അല്പം വെള്ളവും മാത്രം തന്നാൽ മതി. കിടക്കാൻ എവിടെയെങ്കിലും ഒരു ഇച്ചിരി സ്ഥലം തന്നാൽ മതി. അപ്പോൾ അവർ പറഞ്ഞു, അധികാരികൾ പറഞ്ഞു, അതാ അവിടെ ജോലി ചെയ്യുന്നവർക്കുള്ളൊരു നല്ല റൂമുണ്ട്, അവിടെ കിടന്നോ പറഞ്ഞു. അതൊന്നും എനിക്ക് വേണ്ട. അപ്പോൾ ഇവിടെ അവിടെ ഒരു ചെറിയ റൂമുണ്ടല്ലോ, ഉപകരണങ്ങളൊക്കെ വയ്ക്കുന്ന, അവിടെ കിടന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് അങ്ങനെ ജോലി ചെയ്തു. അപ്പോൾ ആർക്കും അറിയില്ല ഇത് എവിടുന്ന, ഇത് ആരാന്നൊന്നും, ഇത്രയും ആഴമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണെന്നൊന്നും അറിഞ്ഞില്ല. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നടക്കും, വഴിയിലൊക്കെ നടക്കും. ജോലി കഴിഞ്ഞ് ബാക്കിയുള്ള സമയങ്ങളിൽ വഴിയിലൊക്കെ കിടക്കുന്ന ചാണകം പറക്കി ഇവരുടെ തോട്ടത്തിൽ കൊണ്ടിടുന്നു. അതായത് അവർക്ക് എന്താ വേണ്ടത് അതൊക്കെ പറക്കി കൊണ്ടുപോയിട്ട് എവിടെ വേണ്ടതെന്ന് വെച്ചാൽ കൊണ്ടിടുന്നു. അത്രയും പോലും സിമ്പിളായിട്ട് ചെയ്യാനുള്ള സന്നദ്ധത ചാൾസിനുണ്ടായിരുന്നു. ഒരു ദിവസം ചാൾസ് ഇങ്ങനെ നടക്കുമ്പോൾ ഒരു പാവപ്പെട്ടവൻ അപ്പുറത്ത് പോണു. അപ്പോൾ ചാൾസ് വിചാരിച്ചു, ഇത് എന്നെക്കാളും പാവപ്പെട്ട ഡ്രസ്സിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അയാൾ ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും തരണേന്ന് ഇങ്ങനെ ചോദിച്ചൊരു യാചകനായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ടൂർസിലെ വിശുദ്ധ മാർട്ടിനെ, പണ്ടത്തെ 397കളിലെ ടൂർസിലെ മാർട്ടിൻ്റെ ചരിത്രമെല്ലാം പഠിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. അത് ഓർത്തു. തൻ്റെ പട്ടാള ഡ്രസ്സ് കീറി കൊടുത്തത് പെട്ടെന്ന് തൻ്റെ ഡ്രസ്സ് അങ്ങോട്ട് എടുത്ത് അത്യാവശ്യത്തിന് മാത്രം ഇട്ടിട്ട് ബാക്കിയുള്ളത് ആ യാചകന് കൊടുത്തു. അങ്ങനെ അപ്പോഴൊരു തൃപ്തിയാണ്. അപ്പോൾ ചിലരിങ്ങനെ ഇയാളിങ്ങനെ നടക്കണതാണ് പറയും, ഇതെന്തൊരു ഭ്രാന്തനായിട്ട് ഇങ്ങനെ നടക്കണ ഒരു, അങ്ങനെ അതൊന്നും പ്രശ്നമില്ല. അങ്ങനെ കൊടുത്ത് സന്തോഷത്തിൽ ഇങ്ങനെ ആത്മസംതൃപ്തിയിൽ മുന്നോട്ട് പോകുമ്പോൾ ആ ആശ്രമത്തിലെ അധികാരികൾക്ക് തോന്നി, ഇത് ഒരു വിശിഷ്ട വ്യക്തിത്വമാണല്ലോ. പിന്നെ ചോദിച്ചറിഞ്ഞപ്പോഴാണ് പറഞ്ഞത്, ഞാൻ സന്യാസിയാണ് ഇങ്ങനെയൊക്കെയാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അധികാരികൾ പറഞ്ഞു, അങ്ങ് ഒരു വൈദികനാകുന്നത് നല്ലതാണ്, യോജിച്ചതാണ്. അപ്പോൾ ചാൾസ് പറഞ്ഞു, അതിനുള്ള യോഗ്യത എനിക്കില്ല, എനിക്ക് വൈദികൻ ആകണ്ട, എനിക്ക് യോഗ്യതയില്ല, എനിക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ നടന്നാൽ മതി, ഇത് ചെയ്താൽ മതി. അപ്പോൾ ആ അധികാരികൾ പറഞ്ഞു, ആശ്രമത്തിൻ്റെ അധികാരികൾ പറഞ്ഞു, ഒരു വൈദികനും കൂടി ഉണ്ടായാൽ ഈ ലോകത്തിൽ എല്ലാ ദിവസവും ഒരു കുർബാനയും കൂടി കൂടും. അപ്പം അങ്ങ് വൈദികനാകുന്നത് ലോകത്തിന് നന്മയാണ്. അത് കേട്ടപ്പം ശരിയാണല്ലോ, എനിക്ക് കുർബാന അർപ്പിച്ച് ലോകത്തിന് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കാമല്ലോ. ആ ഒരു പ്രചോദനത്താൽ
ചാൾസ് വൈദികനാവുകയാണ്. അതിനുശേഷം വീണ്ടും ദാഹം, എനിക്ക് എവിടേക്ക് പോകണം. അപ്പോൾ വീണ്ടും ആഫ്രിക്കയിലെ അൾജീരിയയിൽ മുസ്ലിംസിൻ്റെ അടുത്തേക്ക് പോയി അവർക്ക് സേവനം ചെയ്യാനുള്ള ആഗ്രഹം വന്നു, അനുമതിയും കിട്ടി. അങ്ങനെ അവരുടെ അടുത്തേക്ക് പോയി. അവിടെ പോയി ഇതുപോലെ തന്നെ കെട്ടിടങ്ങൾ, ചെറിയ സിമ്പിളായിട്ടുള്ള കെട്ടിടങ്ങൾ വെച്ച് അവരുടെ ഇടയിൽ താമസിച്ചു. അവരുടെ ഇടയിൽ താമസിക്കുമ്പോൾ ആർക്ക് വേണേലും വരാം, ജാതിയില്ല, മതമില്ല, ഒന്നും നോക്കണ്ട, നമ്മളെല്ലാവരും സഹോദരങ്ങളാണ്, നിങ്ങൾക്കെല്ലാവർക്കും ഇവിടെ സ്വാഗതം എന്ന് പറഞ്ഞിട്ട് സാഹോദര്യം എന്ന് അവരുടെ ആ സ്ഥാപനത്തിന് പേരിട്ടു. ഒരാശ്രമം തന്നെയാണ്, സാഹോദര്യം എന്ന് പേരിട്ടു. ആർക്കും എപ്പോഴും കടന്നു വരാം, എന്ത് സേവനവും ചെയ്യും. ഈ സാഹോദര്യത്തിലേക്ക് ഇഷ്ടംപോലെ ആളുകൾ വന്നു. ഒപ്പം തന്നെ അവിടെ ദിവ്യകാരുണ്യ ആരാധന എഴുന്നള്ളിച്ച് വെച്ച് എല്ലാവർക്കും, ആ നാട്ടുകാർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. അപ്പോഴും ഉള്ളിൽ തീക്ഷ്ണമായ ആഗ്രഹം, എനിക്ക് ഈശോയ്ക്ക് വേണ്ടി എൻ്റെ ജീവിതം സമർപ്പിക്കണമല്ലോ, എനിക്കൊരു രക്തസാക്ഷി ആകണമല്ലോ. തീക്ഷ്ണത ഉള്ളിൽ എപ്പോഴും അങ്ങനെയുള്ളൊരു തീക്ഷ്ണത ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കും. ആ ഇടയ്ക്ക് സഹാറയിൽ അടിമകൾ, അവരെ ഉടമകൾ വളരെയധികം പീഡിപ്പിക്കുന്നു എന്നറിഞ്ഞു. അപ്പോൾ വിചാരിച്ചു, ഈ അടിമകളുടെ ഇടയിൽ പ്രവർത്തിച്ച് ഈ അടിമകളുടെയും അടിമയായിട്ട് ജീവിക്കാം, സിമ്പിളായിട്ട് അവിടെ ജീവിക്കാം. അപ്പോൾ അവരുടെ ഇടയിലേക്ക് കടന്നു ചെന്നു. സഹാറയിലാണ്. അടിമകളുടെ ജീവിതം വളരെ കഷ്ടമാണ്. ഉടമകൾ ഇവരെ ഇപ്പോൾ അവർ അല്പം ഒരു സെക്കൻഡ് അവർ റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അടിമകളെ പിടിച്ച് കാലിന് വെടിവെക്കുന്ന പറഞ്ഞു, കെട്ടിയിട്ട് വെടിവെക്കുന്ന പറയണത്. പുറത്തൊക്കെ അങ്ങനെ അടിച്ച് ഭയങ്കരമായിട്ട് അങ്ങനെ മുറിവേൽപ്പിക്കും, പീഡിപ്പിക്കും. ഇവരുടെ കുട്ടികൾക്കൊന്നും പഠിക്കാനായിട്ടുള്ള ഒരു സാഹചര്യങ്ങളില്ല, ഭാഷകളില്ല, വൃത്തിയില്ല. അപ്പോൾ എന്ത് ചെയ്തു, ഇവരുടെ എല്ലാം ഒരു അടിമ പോലെ നിന്ന് ഇവർക്ക് വേണ്ട സേവനം ചെയ്തു. പറയുകയാണ്, അങ്ങനെ ഇവരുടെ പിള്ളേരെ നോക്കാൻ പോലും ചാൾസ് പോകാറുണ്ടെന്നാണ് പറയുന്നത്. അവിടെ നീതമായൊരു ഭാഷയില്ല. ചാൾസ് എന്ന് പറഞ്ഞാൽ ഒരു പണ്ഡിതനാണ്, ഉള്ളിലെല്ലാം കിടപ്പുണ്ട്, ആവശ്യം വരുമ്പോൾ പ്രയോഗിക്കാനായിട്ട്. അപ്പോൾ അവിടെ ഒരു 10 കൊല്ലം താമസിച്ച് അവർക്ക് ഭാഷയുണ്ടാക്കി, അതിനനുസരിച്ചൊരു നിഘണ്ടു ഡിക്ഷണറി ഉണ്ടാക്കി, ആൽഫബറ്റ് ഉണ്ടാക്കി, ഭാഷകൾ പഠിപ്പിച്ചു. അപ്പോൾ ഒപ്പം തന്നെ അവരവിടെ ചെയ്യുമ്പോഴും ഒപ്പം തന്നെ ഇവരെ അങ്ങനെ വളർത്തി വലുതാക്കിക്കൊണ്ടുവന്നു. അതുകൊണ്ട് സഹാറയുടെ ഒരു പുനരുദ്ധാരകനായിട്ടാണ്, ഒരു പണ്ഡിതനായിട്ടാണ് ചാൾസ് അറിയപ്പെടുന്നത്. അവർക്ക് വേണ്ടി സേവനം ചെയ്ത് അർപ്പിച്ചുകൊണ്ട് പോകുമ്പോഴും ഉള്ളിൽ പിന്നെയും ദാഹമാണ്. ദൈവമേ, ഞാൻ എന്താ എൻ്റെ ജീവിതം നിനക്ക് വേണ്ടി അർപ്പിക്കണമല്ലോ. ഞാൻ കാണുന്ന ഈ സഹോദരങ്ങളെ, അവർക്ക് ഞാൻ സേവനം ചെയ്യല്ല ചെയ്യുന്നത്, അവരിൽ അങ്ങാണ്. അതുകൊണ്ടാണ് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് അർപ്പിക്കുന്നത്. ഇനിയും ഇവർക്ക് വേണ്ടി എല്ലാം അർപ്പിക്കാനായിട്ട് എനിക്ക് തീക്ഷ്ണത തരണമേ. ഈശോയെ, നിനക്ക് വേണ്ടി ജീവൻ ചൊരിയാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. ഏതെങ്കിലും വിജാതീയരാൽ വധിക്കപ്പെട്ട് നിനക്ക് വേണ്ടി ഒരു രക്തസാക്ഷിയാകാനായിട്ട് എനിക്ക് അതീവ കൊതിയുണ്ട്. അതിനുള്ള യോഗ്യത എനിക്കുണ്ടെന്ന് നിനക്ക് തോന്നുന്നില്ലെങ്കിൽ അതിന് ഞാൻ സമയമായിട്ടില്ല. എങ്കിലും കർത്താവേ, നിനക്കെന്നെ ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് ആ വലിയ ഒരു വിളി തരണമേ. അങ്ങനെ ഒരു പ്രാർത്ഥന എപ്പോഴും മനസ്സിലുണ്ട്. ആ കാലഘട്ടങ്ങളിൽ മത തീവ്രവാദികൾ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ഇവരറിയാതെ ഇവരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴൊരു ഗോത്രവർഗത്തിൻ്റെ തീവ്രവാദികൾ ഒരു ദിവസം നല്ലവനായ ഈ ചാൾസിനെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയി അവരുടെ ഉപകരണങ്ങൾ കൊണ്ട് ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയാണ്, കൊലപ്പെടുത്തുകയാണ്. അതിനുശേഷം ഒരു കടലിലേക്ക് ആരും അറിയാതെ എറിഞ്ഞു. ഇത് കണ്ട് അവിടെയുള്ള നാട്ടുകാരെല്ലാവരും, അവർക്കൊക്കെ സ്നേഹമാണ്, അവർക്ക് ജാതി മത ഭേദമന്യേ എല്ലാവർക്കും, മുസ്ലിംസും ബാക്കി എല്ലാവർക്കും, അവിടെയുള്ള എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ്. ഇദ്ദേഹം മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ പെട്ടെന്ന് ബോഡി കണ്ടെത്തി അവർ കൊണ്ടുവന്ന് വളരെ ബഹുമാനാദരവുകളോടെ സംസ്കരിച്ചു. പിന്നീട് ഒത്തിരിയേറെ അത്ഭുതങ്ങൾ ചാൾസ് ഡി ഫൊക്കലിലൂടെ സംഭവിക്കുകയാണ്. ചാൾസ് അവിടെ പോയത് ഒരു സിമ്പിൾ ലൈഫിന് വേണ്ടിയിട്ടാണ്. അവിടെ ഒരു സമൂഹം രൂപപ്പെടുത്താനൊക്കെ അന്ന് ആഗ്രഹിച്ചു. പക്ഷെ തൻ്റെ ജീവിതത്തിൻ്റെ ആ റിസ്ക് കാണുമ്പം കൂടാൻ നന്മ സ്വീകരിക്കുമെങ്കിലും ഈ ഒരു ശൈലി സ്വീകരിക്കുവാൻ അന്ന് ആരും അധികം പേര് കൂടെ വന്നില്ല. പക്ഷേ കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു 10-18 സംഘടനകളും സഭകളും
ചാൾസ് ഡി ഫൊക്കൾഡിൻ്റെ പേരിൽ ഓരോ കൊല്ലങ്ങളിലും രൂപപ്പെടുന്നു. ചരിത്രം നോക്കുമ്പോൾ അങ്ങനെ കാണാം. 1500 ഇപ്പോൾ ഇത് 1858 അതിനുശേഷം ഓരോ കൊല്ലങ്ങളിലും ഈ 1900 കൊല്ലങ്ങളിലെല്ലാം ഓരോ സ്ഥലങ്ങളിലും ഓരോ സംഘടനകൾ, കാരിത്താസ് സംഘടന, സ്നേഹ സംഘടന, സഹോദരി സംഘടന, പുരുഷന്മാരുടെ സഭകൾ, സ്ത്രീകളുടെ സഭകൾ, രണ്ടുപേർക്കും പ്രവർത്തിക്കാൻ പറ്റിയ അപ്പസ്തോലിക മേഖലകൾ, സോഷ്യൽ സ്ഥാപനങ്ങൾ, പേരുകൾ തന്നെ ഇങ്ങനെയാണ്. നമുക്ക് പേരുകൾ തന്നെ പഠിക്കാൻ അത്രമാത്രം അധികമാണ്. അവിടെയെല്ലാം ഇഷ്ടംപോലെ അംഗങ്ങൾ മറ്റുള്ളവർക്ക് സേവനം ചെയ്തുകൊണ്ട് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. 2001 ജോൺ പോൾ പാപ്പ ഇദ്ദേഹത്തെ ബഹുമാന സ്ഥാനത്തേക്ക് ഉയർത്തുകയാണ്. ഈ ജീവചരിത്രം എപ്പോഴും എല്ലാവർക്കും അറിയാം. അതിനുശേഷം വീണ്ടും പഠിച്ച് എല്ലാവരും അറിഞ്ഞ് 2005 ബെനഡിക്ട് പാപ്പ വാഴ്ത്തപ്പെട്ടവനായിട്ട് ചാൾസ് ഡി ഫൊക്കൾഡിനെ പ്രഖ്യാപിച്ചു. 2022 മെയ് മാസം 15 ഫ്രാൻസിസ് പാപ്പ ചാൾസ് ഡി ഫൊക്കൾഡിനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു. ചാൾസ് ഡി ഫൊക്കൾഡിൻ്റെ ജീവിതം എല്ലാവർക്കും പ്രചോദനമാണ്. അദ്ദേഹം മധ്യസ്ഥനായിരിക്കുന്നത് യുവാക്കളുടെയാണ്. അർത്ഥമില്ലാതെ വിഷമിക്കുന്ന, ജീവിതം എന്തെന്നറിയാതെ അർത്ഥം തേടി പൂർണ്ണത തേടി ബുദ്ധിമുട്ടുന്ന യുവാക്കളുടെ, അഥവാ എല്ലാ യുവാക്കളുടെയും മധ്യസ്ഥനാണ് ചാൾസ് ഡി ഫൊക്കൾഡ്. ഒപ്പം തന്നെ സോൾജിയേഴ്സിൻ്റെ മധ്യസ്ഥനാണ്. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളുടെ മധ്യസ്ഥനാണ്. ജിയോളജി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗവേഷണങ്ങളുടെ, പ്രോജക്റ്റുകളുടെ എല്ലാം മധ്യസ്ഥനാണ്. ഇദ്ദേഹത്തിൻ്റെ നന്മകളുടെ കഥകളുടെ ബേസിൽ സിനിമകൾ പല ഭാഷകളിൽ ഇറക്കിയിട്ടുണ്ട്. ഫ്രഞ്ച് ഗവൺമെൻറ്റും മൊറോക്കോ ഗവൺമെൻറ്റും ഇദ്ദേഹത്തിൻ്റെ പേരിൽ സ്റ്റാമ്പുകൾ ഇറക്കിയിട്ടുണ്ട് ബഹുമാനാർത്ഥം. അതുപോലെ തന്നെ അവരുടെ എല്ലാം യൂണിവേഴ്സിറ്റികളിൽ പഠന വിധേയമാക്കിയിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രം. പട്ടാള സൈനിക സ്കൂളുകളിൽ ചില സ്റ്റെപ്പുകളിൽ ചില ക്ലാസ്സുകൾക്ക് ചാൾസ് ഡി ഫൊക്കൾഡിൻ്റെ നാമം കൊടുത്തിട്ടുണ്ട്. ഒത്തിരിയേറെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ പേരിൽ. വിശുദ്ധ ചാൾസ് ഡി ഫൊക്കൾഡിൻ്റെ ജീവിതം എപ്പോഴും നമുക്കൊരു പ്രചോദനമാണ്, മാതൃകയാണ്. ജീവിതത്തിൽ ഒന്നുകൊണ്ടും ബുദ്ധിമുട്ടുണ്ട്. ചാൾസ് ഡി ഫൊക്കൾഡ് ഇടയ്ക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ ഞാനും അറിഞ്ഞില്ലെങ്കിലും നീ എന്നെ പരിപാലിച്ചല്ലോ, ഞാൻ അറിഞ്ഞില്ല ഞാൻ പോയ വഴികൾ, പക്ഷെ നീ എന്നെ സംരക്ഷിച്ചല്ലോ ഞാൻ അറിയാതെ, ഞാൻ നിന്നെ തേടിയില്ലെങ്കിലും നീ എന്നെ തേടിയല്ലോ. അങ്ങനെ എല്ലാവരെയും തേടുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹം ഏത് ക്രൈസിസിൽ കൂടെ കടന്നു പോയാലും അനുഭവിക്കാം എന്നുള്ളതിൻ്റെ ഒരു മാതൃകയാണ്, ഒരു പാഠമാണ് വിശുദ്ധ ചാൾസ് ഡി ഫൊക്കൾഡ്. ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഏത് അവസ്ഥകളിലൂടെ കടന്നു പോയാലും അവിടെ ദൈവമുണ്ടെന്നും ദൈവം പരിപാലിക്കുമെന്നും എല്ലാം നന്മയ്ക്കാണെന്നും ജീവിതത്തിൻ്റെ ഏത് കഴിവുകളും നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാമെന്നും ചാൾസ് ഡി ഫൊക്കൾഡിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം തന്ന എല്ലാ കഴിവുകളും ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാൻ, ആ ലക്ഷ്യത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാ മേഖലയിലുള്ളവരെയും വിശുദ്ധ ചാൾസ് ഡി ഫൊക്കൾഡ് സഹായിക്കട്ടെ. നമ്മുടെ എല്ലാം പ്രാർത്ഥനകൾ, നമ്മൾ ഈ ജീവിതത്തിലൂടെ കടന്നു പോയപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒത്തിരി ചിന്തകളും പ്രാർത്ഥനകളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. ആ പ്രാർത്ഥനകളെല്ലാം സ്വർഗത്തിലിരുന്ന് വിശുദ്ധ ചാൾസ് ഡി ഫൊക്കൾഡ് മാധ്യസ്ഥം വഹിച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതവും ഈശോയ്ക്കും മനുഷ്യർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടതായി, ഏറ്റവും നന്മയുള്ളതായി തീരുവാനായിട്ട് ഈ വിശുദ്ധൻ നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും എല്ലാ ആശംസകളും.